നമ്മുടെ മക്കള് അർദ്ധവാർഷിക പരീക്ഷയിലേക്ക് ക്രിസ്തുമസ് പരീക്ഷയിലേക്കൊക്കെ കടക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഉന്നതമായ വിജയം നമ്മുടെ എല്ലാ മക്കൾക്കും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ പലരും ചോദിച്ചു, ഉസ്താദെ ഞങ്ങൾക്ക് ഈ പഠിച്ചതൊക്കെ ഓർമ്മയിൽ നിൽക്കാനും എക്സാം എഴുതുമ്പോൾ ചിലപ്പോൾ നമ്മൾ നല്ല രൂപത്തിൽ പഠിച്ചിട്ടൊക്കെ പോകും, പക്ഷേ എക്സാം എഴുതാൻ വേണ്ടി ആ ഹോളിലേക്ക് ചെന്ന് ആൻസർ പേപ്പറിലേക്ക് പേന വെക്കുമ്പോൾ ആ പഠിച്ചതൊന്നും ഓർമ്മ വരില്ല. അങ്ങനെ പ്രയാസപ്പെടുന്ന ഒരുപാട് മക്കളുണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ അതിനുള്ള ഒരു പരിഹാരമായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഈ പരീക്ഷ എഴുതുമ്പോൾ എന്തെങ്കിലും ആയത്തോ സൂറത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ദിക്റൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ ഞങ്ങൾക്ക് അതുകൂടി ഒരു ആത്മവിശ്വാസം കിട്ടാൻ അത് കാരണമാണ് എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എക്സാമിന് പോകുന്ന, പരീക്ഷയ്ക്ക് പോകുന്ന, അത് നമ്മുടെ മക്കൾ മാത്രമല്ല, നമുക്കൊരു ജോലിയുടെ ഇൻ്റർവ്യൂ ഉണ്ട് എങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ചെയ്യാൻ പറ്റിയ ഒന്ന് രണ്ട് ചെറിയ ടിപ്സുകൾ, ഇസ്ലാമികപരമായ ചില ടിപ്സുകൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാം. അതോടൊപ്പം തന്നെ പരീക്ഷ എഴുതുന്ന, എക്സാം എഴുതുന്ന മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഇന്നത്തെ ക്ലാസ്സിൽ ഉണർത്തുന്നുണ്ട്. അവസാനം വരെ കാണാൻ മറക്കണ്ട, മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അല്ലാഹു തആല പരീക്ഷ എഴുതുന്ന, എക്സാം എഴുതുന്ന എല്ലാ മക്കൾക്കും ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ വിജയ ആശംസകളും ഇപ്പോഴേ നമ്മൾ നേരുകയാണ്. അല്ലാഹു ഖൈറിലാക്കട്ടെ. വീഡിയോ കാണാൻ വിട്ടുപോകണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും, നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ സന്താന പരമ്പരകൾ എല്ലാവർക്കും അല്ലാഹു തആല ഇസ്സത്തും അഭിമാനവും നിലനിർത്തി തരുമാറാവട്ടെ. നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു സഫലീകരിക്കട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മക്കളില്ലാതെ ഒരുപാട് പേര് വിഷമിക്കുന്നവരാണ്, സങ്കടപ്പെടുന്നവരാണ്. അല്ലാഹു അവർക്കെല്ലാം ഖൈറായ സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല നമുക്ക് തന്നിട്ടുള്ള മക്കളിൽ നന്മയും സ്വലാഹിയത്തും നിറച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ മക്കൾ അൽഹംദുലില്ലാഹ് സ്കൂളുകളിലും മറ്റുമൊക്കെയായി അർദ്ധവാർഷിക പരീക്ഷ എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ്. ക്രിസ്തുമസ് പരീക്ഷ എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ്. അതല്ലാത്ത പരീക്ഷകളൊക്കെ നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ വരികയാണ്. എല്ലാ മക്കൾക്കും, പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും വിജയ ആശംസകൾ ഇപ്പോഴേ ഞാൻ നേരുകയാണ്. അല്ലാഹു തആല നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾ പഠിച്ചതുപോലെ, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ നല്ല എളുപ്പത്തിൽ പരീക്ഷകളൊക്കെ എഴുതാനും ഉന്നതമായ മാർക്കോടുകൂടി പാസ്സാവാനും റബ്ബ് നിങ്ങൾക്ക് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പണ്ടൊക്കെ നമ്മുടെ ടീച്ചർമാരും നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മളോട് പറയുമായിരുന്നു, പണ്ടല്ല ഇപ്പോഴും പറയാറുണ്ട്, എല്ലാം പരീക്ഷയുടെ തലേന്ന് പഠിച്ചാൽ ഒന്നും ആവില്ല, അന്നുള്ള പാഠങ്ങൾ അന്നന്ന് പഠിച്ചു പോവുക, അങ്ങനെ ഒരു തിയറി പണ്ടുള്ളവർ പറയുമായിരുന്നു. ഒരുപക്ഷെ അത് നല്ലതാണ്. ഇപ്പോൾ നമ്മൾ അന്നന്ന് എടുക്കുന്ന പാഠങ്ങൾ അന്നന്ന് പഠിക്കുക. അപ്പോൾ പലരും ചോദിക്കും, ഇപ്പോൾ നമ്മൾ അന്നന്നെടുക്കുന്ന പാഠങ്ങൾ അന്നന്ന് പഠിച്ചാൽ പിന്നീട് അത് മറന്നു പോവില്ലേ? പിന്നെ ഓരോ ദിവസവും നമ്മളിങ്ങനെ വേറെ വേറെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം പഠിച്ചത് മറന്നു പോവില്ലേ എന്നൊരു സ്വാഭാവികമായ ചോദ്യമുണ്ട്. ഒരു പക്ഷേ അത് ശരിയായിരിക്കാം, നമ്മൾ ആദ്യം പഠിച്ചപ്പോൾ മറന്നു പോയേക്കാം. പക്ഷെ ഇവിടെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ അന്നന്നെടുക്കുന്ന പാഠങ്ങൾ അന്നന്ന് പഠിക്കുക. അത് ഇന്നത്തെ കാലത്ത് ഉസ്താദ് അതൊന്നും പ്രായോഗികമല്ല. കുട്ടികളൊക്കെ ഇപ്പോൾ ജോളിയായി നടക്കുകയാണ്, ഭയങ്കര എന്താ പറയുക, ഫ്രണ്ട്ലി ആയി നടന്നിട്ട് അവസാനം പരീക്ഷയുടെ തലേന്ന് എല്ലാം കൂടി ഒന്നൊന്ന് ഓടിച്ച് നോക്കി ഒരു പഠിത്തമാണ് ഇന്ന് മിക്ക സ്കൂളുകളിലും കോളേജുകളിലൊക്കെ കാണുന്നത്. എന്നാലും നമ്മുടെ കാരണവന്മാർ പറയുന്നൊരു കാര്യമാണ്, അന്നന്നെടുക്കുന്ന പാഠങ്ങൾ അന്നന്ന് പഠിക്കുക. അങ്ങനെ പഠിച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പരീക്ഷയുടെ തലേന്ന് എല്ലാം കൂടി നോക്കുമ്പോൾ ചെറിയൊരു ഓർമ്മയെങ്കിലും നമ്മുടെ മനസ്സിൽ വരുമെന്നാണ്. നമ്മൾ അന്നന്നെടുത്ത പാഠങ്ങൾ അന്നന്ന് പഠിച്ചു. ചിലപ്പോൾ അത് ഇപ്പോൾ ഇന്നെടുത്ത പാഠം ഇന്ന് നമ്മൾ പഠിച്ചാൽ ഏകദേശം ഒരു 2-3 മാസത്തിന് ശേഷമായിരിക്കും പിന്നെ എക്സാം വരിക. അപ്പോൾ ആ എക്സാമിന് വേണ്ടി നമ്മൾ ഈ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് എന്താണ്, ഒരു ചിലപ്പോൾ ചെറിയൊരു ഓർമ്മ, ചിലപ്പോൾ ആ ഓർമ്മയായിരിക്കും ചിലപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുക. പറയാൻ പറ്റില്ല. മനുഷ്യൻ്റെ മെമ്മറി എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ്. അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഈ തലച്ചോറ്, മെമ്മറി, അത് ഭയങ്കര അത്ഭുതമാണ്. ചിലപ്പോൾ നമ്മൾ തീരെ ഓർക്കാത്ത കാര്യങ്ങൾ ചില മൊമെൻറ്റുകളിൽ അള്ളാഹു നമുക്ക് ഓർമ്മിപ്പിച്ച് തരും. ചിലപ്പോൾ ഇനി എല്ലാം അറിയാം, ഫുൾ മാർക്ക്. ഞാനിത് ചില കുട്ടികളുണ്ടല്ലോ, അവർ എല്ലാം പഠിക്കും, ആരെന്ത് ചോദിച്ചാലും അവർ അപ്പം തന്നെ ഉത്തരം പറഞ്ഞു കൊടുക്കും. പക്ഷേ എക്സാമിന് നമ്മുടെ ചോദ്യപേപ്പർ കിട്ടി, ഉത്തരപേപ്പർ കിട്ടി, അതിലേക്ക് ഇങ്ങനെ എഴുതാനെടുക്കുമ്പോൾ പേന വെച്ചാൽ
പിന്നെ അത് ഓർമ്മ വരില്ല. അങ്ങനത്തെ കുട്ടികളുണ്ട്. അങ്ങനെ മറന്നു പോകുന്ന പല കുട്ടികളുമുണ്ട്. അല്ലാഹു തആല മറവിയെ തൊട്ട് നമ്മളെല്ലാവരെയും കാക്കട്ടെ, ആമീൻ. അങ്ങനെ മറവിയെ തൊട്ട് കാക്കട്ടെ എന്ന് പറയുമ്പോൾ മറവി ചിലപ്പോൾ അനുഗ്രഹമാണ്. നമ്മൾ പഠിച്ചത് മറക്കുക, അത് നമുക്ക് വലിയ സങ്കടമാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് എസ്സേ അതുപോലെ തന്നെ ഒരുപാട് പാരഗ്രാഫൊക്കെ നമ്മളിങ്ങനെ മനപ്പാഠമാക്കി പഠിച്ച് നമുക്കറിയാം പരീക്ഷയ്ക്ക് വരുമെന്ന് അറിയാം. എന്നിട്ടത് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ മനപ്പാഠമാക്കിയിട്ട് പരീക്ഷ എഴുതുമ്പോൾ അത് നമുക്ക് ഓർമ്മ വന്നില്ലെങ്കിൽ നമുക്കത് ഭയങ്കര സങ്കടമാണ്, അല്ലേ? നമ്മളോട് തന്നെ ഒരു പുച്ഛമൊക്കെ തോന്നാറുണ്ട് പലപ്പോഴും. എന്നാൽ അത് മറവി ആ സമയത്തുള്ള ഒരു പരീക്ഷണമാണ്. എന്നാൽ മറവി ചിലപ്പോൾ അനുഗ്രഹമാണ്. ഇപ്പോൾ നമ്മുടെ മക്കൾ മരിച്ചു, അല്ലെങ്കിൽ മാതാപിതാക്കൾ മരിച്ചു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി, പ്രയാസമുണ്ടായി, അതിങ്ങനെ കാലാകാലം നമ്മളിങ്ങനെ ഓർത്തിരുന്നാൽ നമുക്ക് അതിനെപ്പറ്റിയുള്ള ദുഃഖമേ ഉണ്ടാവൂ. അത് അല്ലാഹു പതിയെ 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 നമ്മുടെ ജീവിതത്തിൽ നിന്നും മറപ്പിച്ചു കളയും. അപ്പം മറവി അനുഗ്രഹവുമാണ്, ചില സമയത്ത് മറവി അതൊരു ആദാബാണ്, അതൊരു പരീക്ഷണവുമാണ്. അപ്പോൾ നമ്മുടെ മക്കൾ അവർ പഠിക്കുകയാണ് പരീക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ അൽഹംദുലില്ലാഹ് മറവിയൊന്നുമില്ലാതെ റാഹത്തായ നിലയിൽ പരീക്ഷ എഴുതാൻ നമ്മുടെ മക്കൾക്ക് അല്ലാഹു തആല തൗഫീക്ക് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശദീകരിച്ചൊന്നും പറയുന്നില്ല, നേരെ നമ്മൾ പഠിക്കുക. നമ്മൾ ഇൻഷാ അല്ലാഹ് പരീക്ഷ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് 1-2 ആത്മീയമായ കാര്യങ്ങൾ എൻ്റെ മുമ്പിലുള്ള എന്നെ കേൾക്കുന്ന എൻ്റെ പൊന്നുമക്കളോട്, എൻ്റെ കരളിൻ്റെ കരളായ എൻ്റെ വിദ്യാർത്ഥികളോട്, സഹോദരിമാരോട്, എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ അനുജന്മാരോട്, അനുജത്തിമാരോട് ഞാൻ പറഞ്ഞു തരുകയാണ്. പരീക്ഷ എഴുതുന്ന സമയം അത് വല്ലാതെ വലിയ ടെൻഷനുള്ളൊരു സമയമാണ്, അല്ലേ? എക്സാം വരുന്നു എന്നൊക്കെ അറിയുമ്പോൾ വല്ലാത്തൊരു ടെൻഷൻ. അതിപ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടെൻഷനാണ്. ചില കുട്ടികളുണ്ട്, അവർ പരീക്ഷയാണെന്ന് അറിയുമ്പോൾ തന്നെ ബേജാറാകും. മാസങ്ങൾക്ക് മുമ്പേ അവരിങ്ങനെ പഠിക്കാൻ ഇരിക്കുന്നു. അതുപോലെ തന്നെ പല പാഠഭാഗങ്ങളും എഴുതി നോക്കുന്നു. അവർ വീട്ടിൽ തന്നെ വെച്ചൊരു എക്സാം പോലെയൊക്കെ സ്വന്തമായിട്ട് എഴുതുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ട്. ചില ആൾക്കാരുണ്ട്, അവർ വളരെ ജോളിയായിട്ട് നടക്കും, ഒന്നും പഠിക്കുന്നുമില്ല. പക്ഷെ എക്സാമിൻ്റെ തലേന്ന് വെറുതെ ഒന്ന് എടുത്തു നോക്കി, ഒന്ന് ഓടിച്ചു നോക്കി അവർ നല്ലപോലെ എഴുതുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെ മക്കളെന്ന് പറഞ്ഞാൽ പല രൂപത്തിലാണ്. പലർക്കും പല ഓർമ്മശക്തിയും പല മെമ്മറി പവറും ഒക്കെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എത്ര വലിയ മെമ്മറി പവർ ഉള്ളവളാണെങ്കിലും നമുക്ക് ഇൻഷാ അല്ലാഹ് 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതായത് എൻ്റെ അനുജത്തിമാർ കേൾക്കണേ. പരീക്ഷയുള്ള ദിവസങ്ങളിൽ ഇവിടെ ആത്മീയമായ ചില കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ അന്നെടുക്കുന്ന പാഠഭാഗങ്ങൾ അന്നന്ന് പഠിക്കുക, അതൊക്കെ ഒരു തിയറിയാണ്, പഠിച്ചാൽ വലിയ ഹൈറാണ്. പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കും. ചിലപ്പോൾ ടീച്ചേഴ്സ്, നമ്മുടെ സാറുമാർ ക്ലാസ്സിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അത് ആ സമയത്ത് നമുക്ക് ക്ലിക്കാകും. പിന്നെ അത് മറന്നുപോയാലും ചിലപ്പോൾ എക്സാമിൻ്റെ സമയത്ത് ടീച്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക, അതൊക്കെ നമുക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സഹായിക്കുന്ന ചില ഉപാധികളാണ്. ഇനി കേട്ടോ, പരീക്ഷയുള്ള ദിവസങ്ങളിൽ എൻ്റെ അനുജത്തിമാർ കേട്ടോ, പരീക്ഷയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ 5 വഖത്ത് നിസ്കാരം മുടക്കിയിട്ടുള്ള ഒരു പരീക്ഷാ പഠനത്തിൽ ഒരു ബർക്കത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് 5 വഖത്ത് നിസ്കാരമൊക്കെ പരീക്ഷയാണെങ്കിലും അല്ലെങ്കിലും 5 വഖത്ത് നിസ്കാരം. പ്രത്യേകിച്ച് എൻ്റെ അനുജന്മാരോട്, വിദ്യാർത്ഥിനികളോട് പറയാനുള്ളത്, നമ്മുടെ നിസ്കാരം നമ്മൾ കളയാൻ പാടില്ല കേട്ടോ. അപ്പോൾ പരീക്ഷയുള്ള ദിവസങ്ങളിൽ 5 വഖത്ത് നിസ്കാരത്തിന് ശേഷവും സൂറത്തു ശറഹ് ഓതുക. ഒരു പ്രാവശ്യം ഓതി അത് നമ്മൾ നെഞ്ചിൽ ഊതുക. ഏതാണ് ആ സൂറത്ത്? നമുക്കൊന്ന് ഓതിയാലോ? എല്ലാവരും ഒന്ന് ചോദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സ്വദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഗ്ത ഫൻസ്വബ് വഇലാ റബ്ബിക ഫർഗബ്. ഈ സൂറത്ത് നമുക്കിതെല്ലാവർക്കും മനഃപ്പാടമുള്ള സൂറത്താണല്ലോ. ഈ അലം നശ്റഹ് സൂറത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഒരു പ്രാവശ്യം 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞ് ഒരു പ്രാവശ്യം നല്ലതുപോലെ ഓതിയിട്ട് നമ്മൾ നെഞ്ചിൽ ഊതുക. ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക? നെഞ്ചിൽ ഊതുക. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് പരീക്ഷയുള്ള ദിവസങ്ങളിൽ മാത്രമല്ല, പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ അവരുടെ പഠനത്തിൽ മികവുണ്ടാവാനും പഠിച്ചതൊക്കെ ഓർമ്മയിൽ നിൽക്കാനും വേണ്ടിയുള്ള ഒരു പുണ്യമായ സൂറത്താണ്. ഇതെല്ലാ മക്കളും മനഃപ്പാഠമാക്കണം. എല്ലാ കുട്ടികളും ഇത് മനഃപ്പാഠമാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് ഓതണം. 5 വഖത്ത് നിസ്കാരം, ആ നിസ്കാരത്തിന് ശേഷം ഈ സൂറത്ത് ഓതിയിട്ട് നമ്മുടെ നെഞ്ചിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതുക. അത് മറന്നു പോകരുത് കേട്ടോ. അത് പരീക്ഷാക്കാലത്ത് മാത്രമല്ല, അതല്ലാത്ത സമയത്തും മക്കൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ അലം നശ്റഹ് സൂറത്ത്. ഇനി രണ്ടാമതായി
ശ്രദ്ധിക്കേണ്ടത്, ഇനി പരീക്ഷയുള്ള ദിവസങ്ങളിൽ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ ഞാൻ പറയട്ടെ, പരീക്ഷയിൽ ചില കുട്ടികളുണ്ട്, അവർ 2 മണി 3 മണി വരെയൊക്കെ ഇങ്ങനെ ഇരുന്ന് പഠിക്കും. എന്നിട്ടോ ചിലപ്പോൾ ഒരു 3 മണിക്ക് കിടന്നാൽ 4 മണി 5 മണി ചിലപ്പോൾ കുറച്ച് സമയം മാത്രമായിരിക്കും അവർക്ക് ഉറങ്ങാൻ കിട്ടുക. അപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരെന്താണ്, പരീക്ഷാ ഹാളിൽ ചെന്നാൽ പിന്നെ ഉറക്കം വരും. പരീക്ഷാ ഹാളിൽ ചെന്നാൽ ഉറക്കം വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യും, ഒരു 12:30 വരെ, ഒരു ഉദാഹരണം വരെ 12:30 വരെ നമ്മൾ പഠിക്കാം, അല്ലെങ്കിൽ ഒരു 12 മണി വരെ അല്ലെങ്കിൽ 11:30 വരെ നമ്മൾ നല്ലതുപോലെ പഠിക്കാം. എന്നിട്ട് നല്ലതുപോലെ ഉളുവൊക്കെ എടുത്തിട്ട് ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉറങ്ങുക. ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു 4 മണിക്കോ 4:30ക്കൊക്കെ എഴുന്നേക്കുക, വെളുപ്പിനെ എഴുന്നേറ്റിട്ട് ആ സമയത്തിരുന്ന് പഠിച്ചാൽ മനസ്സിലാകും. വേഗത്തിൽ വെളുപ്പിനെ സമയത്ത് പഠിച്ചാൽ വേഗത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കയറും. ആ സമയത്തിന് കൊടുക്കുന്ന ഒരു ബർക്കത്താണ്. അതുപോലെ തന്നെ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഇരുന്ന് പഠിച്ചാൽ വേഗത്തിൽ നമുക്ക് പഠനം കിട്ടും. അതുപോലെ ഈ സുബഹി നിസ്കാരത്തിന് ശേഷമുള്ള ആ സമയത്ത് പെട്ടെന്ന് നമുക്ക് മെമ്മറിയിലേക്ക് കയറും കാര്യങ്ങൾ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, ബാക്കി നമ്മൾ പഠിച്ചതൊക്കെ ഒന്ന് റിവൈൻ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ എക്സാമിന് പോവുക. അപ്പോൾ ഈ ഞാൻ പറയട്ടെ, 1 മണി 2 മണി വരെ ഇരുന്നുള്ള പഠിത്തം അതെന്താണ്, നമ്മുടെ ഉറക്കത്തെ ബാധിക്കും. പിന്നെ പരീക്ഷാ ഹാളിൽ എക്സാം ഹാളിൽ ചെന്നാൽ നമുക്ക് ഉറക്കം വരും. അപ്പോൾ നമ്മൾ രാത്രി പഠിക്കാനിരുന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് ഉറങ്ങുമല്ലോ, ആ ഉറങ്ങുന്നതിന് മുമ്പ് വിശുദ്ധമായ സൂറത്തുൽ വാഖിഅ, ആ വാഖിഅ സൂറത്തിൻ്റെ 11, 12 ആയത്തുകൾ ഏതാണത്? والسابقون السابقون أولئك المقربون. ഈ 2 ആയത്ത് സൂറത്തുൽ വാഖിഅയുടെ 11, 12 ആയത്തുകൾ. വസ്സാബിഖൂന അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. ഈ 2 ആയത്തും 11 വട്ടം ഓതുക. ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കിടന്നിട്ട് ഓതിയാലും കുഴപ്പമില്ല. വസ്സാബിഖൂന അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ വസ്സാബിഖൂന അസ്സാബിഖൂൻ ഉലൈകൽ മുഖർ. അതിങ്ങനെ റിവൈൻ ചെയ്ത് അതിങ്ങനെ ആവർത്തിച്ച് 11 വട്ടം ഓതുക. എന്നിട്ട് നമ്മൾ ആയത്തുൽ കുർസിയൊക്കെ ഓതിയിട്ട് നമ്മൾ അങ്ങനെ കിടക്കുക. അതാണ് ചെയ്യേണ്ടത്. ഇനി പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പം നമ്മൾ എക്സാം ഹാളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലുക. അറിയാവുന്ന ഒരു സ്വലാത്ത്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് അത് മതി. നമ്മളിപ്പോൾ ഒരു ടൈം ഉണ്ടാവും, 10 മണിക്കാണ് എക്സാം തുടങ്ങുന്നതെങ്കിൽ ഒരു 9:45 നമ്മൾ എക്സാം ഹാളിലേക്ക് ചിലപ്പോൾ കയറേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് എക്സാം ഹാളിലേക്ക് കയറുമ്പോൾ ഒരു സ്വലാത്ത്, അറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലുക. പിന്നെ പരീക്ഷാ ഹാളിലേക്ക് നമ്മൾ ചെന്ന് നമുക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സ്ഥലം ഉണ്ടാവുമല്ലോ, 11-ാം നമ്പർ ഈ സ്ഥലത്തിരിക്കണം, അല്ലെങ്കിൽ 12, അല്ലെങ്കിൽ 100, അല്ലെങ്കിൽ 105. ഓരോ ആളുകൾക്കും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ എവിടെയാണോ നമ്മൾ ഇരിക്കേണ്ടത് അവിടെ ഇരിക്കുക. ആ ഇരുന്നിട്ട് നമുക്ക് ഈ ചോദ്യ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടുന്നതിന് മുമ്പൊക്കെ ഉള്ളൊരു സമയം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് പരിശുദ്ധമായ സൂറത്തുൽ ഇസ്രാഇന്റെ 80-ാമത്തെ ആയത്തുണ്ട്. 80-ാമത്തെ ആയത്ത് ഏതാണത്? വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽ ലീ മിൻ ലദുങ്ക സുൽത്താനൻ നസ്വീറാ. ഈ ആയത്ത് ഒരു വട്ടം നമ്മൾ ഓതുക. സൂറത്ത് ഇസ്രാഇന്റെ 80-ാമത്തെ ആയത്ത്. ഉസ്താദേ, ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലല്ലോ, ഇപ്പോൾ ഈ പറയുന്ന ആയത്തൊന്നും ഞങ്ങൾക്ക് കാണാതെ അറിയില്ലല്ലോ. വേണ്ട, ഇനി ഈ ആയത്ത് അറിയാവുന്നവർ ഇത് ഓതുക. ഇനി അറിയില്ലാത്തവർ ആ സമയത്ത് സ്വലാത്ത്, അറിയാവുന്ന ഒരു സ്വലാത്ത് നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, ആ സ്വലാത്ത് ഇങ്ങനെ ഓതിയാലും മതി. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലേക്ക് കിട്ടും. ചോദ്യ പേപ്പർ കയ്യിലേക്ക് കിട്ടുമ്പോൾ നമ്മളത് വാങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങുക. എന്നിട്ട് പിന്നെ നമ്മൾ എന്താണ്, എക്സാം തുടങ്ങുകയാണ്, പരീക്ഷ തുടങ്ങുമ്പോൾ നമ്മൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ആൻസർ എഴുതുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ഒരു 30 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിക്കുക. 30 ക്വസ്റ്റ്യൻ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ അൽഹംദുലില്ലാ, ഞാൻ പഠിച്ചതാണല്ലോ, ഇതിൽ ഭൂരിഭാഗവും ഉള്ളത് ഞാൻ എനിക്കറിയാവുന്ന ഉത്തരങ്ങളാണ്. പക്ഷേ 8-ാമത്തേതും 9-ാമത്തേതും ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയില്ല, അത് മുമ്പ് എവിടെയോ പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ച് അറിയില്ലാത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ ആലോചിച്ചിരിക്കാൻ നമുക്ക് പറ്റൂല.
ആലോചിച്ചാലോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ നമ്മൾ ആലോചിക്കരുത്. അങ്ങനെ ആലോചിക്കുന്നത് ആ സമയത്ത് അവിടെ ആലോചിക്കേണ്ട. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ, അറിയാവുന്ന ആൻസറുകൾ അത് നമ്മളിങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചിട്ട് ഉത്തരം എഴുതേണ്ട, ആൻസർ എഴുതേണ്ട ആ പേപ്പർ കിട്ടുമ്പോൾ അറിയാവുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ നമ്മൾ എഴുതുക. 1 എനിക്കറിയാം, 1ാമത്തെ അറിയാം എഴുതുക, 2 അറിയാം, 3 അറിയാം, അതൊക്കെ നല്ല വൃത്തിയിൽ എഴുതുക. എന്നിട്ടോ 8ാമത്തേതും 9ാമത്തേതും അറിയില്ല, അതിവിടെ പതിയെ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് പിന്നെ 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയാം എങ്കിൽ 10 എഴുതുക. എന്നിട്ട് അവസാനം എല്ലാ അറിയാവുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ എഴുതിയിട്ട് പിന്നെ നമ്മൾ പതിയെ ഒന്ന് ആലോചിക്കുക. 8ാമത്തെ ക്വസ്റ്റ്യൻ അതെങ്ങനെയായിരിക്കും, അതങ്ങനെയാണോ ഇങ്ങനെയാണോ, അങ്ങനെ നമുക്ക് മനസ്സിൽ എന്താണോ ആ ഒരു സമയത്ത് അതിൻ്റെ ആൻസർ വരുന്നത് അത് എഴുതുക. ഇനി ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടാതെ വന്നാൽ നമ്മൾ അതിങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നാൽ പ്രശ്നം വരുന്നത് സമയം പോവുകയാണ്. സമയം പോവുക മാത്രമല്ല, നമുക്ക് ഈ അറിയാവുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാനുള്ള ടൈം പോലും അവസാനം പിന്നെ കിട്ടൂല. അപ്പം അതുകൊണ്ട് അറിയില്ലാത്ത ക്വസ്റ്റ്യൻ നമ്മൾ പാടേ വിടണമെന്നല്ല, അതവിടെ സ്റ്റോപ്പ് ചെയ്യുക, അതവിടെ പൗസാക്കി വെക്കുക. എന്നിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ ആദ്യം എഴുതുക. എന്നിട്ട് എല്ലാം എഴുതി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അറിയില്ലാത്ത ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ ഇങ്ങനെ ആലോചിക്കുക. ആ സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടുന്നില്ല, അങ്ങനെ ഒരു കൺഫ്യൂഷനാണ്, അതാണോ ഉത്തരം, ഇതാണോ ഉത്തരം, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ സമയത്ത് നമ്മൾ പറയണം ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. എന്താ പറയേണ്ടത്? നമുക്കൊരു ആൻസർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അതാണോ ഇതാണോ എന്നിങ്ങനെ ഒരു സംശയം വന്നാൽ അപ്പം തന്നെ പറയണം ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. നമുക്കിത് കിട്ടുന്നില്ലെങ്കിൽ വെറുതെ അല്ലാഹുമ്മ സ്വല്ലി അലാ, അറിയാവുന്ന സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുക. സ്വലാത്ത് ഇങ്ങനെ അധികരിപ്പിക്കുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ ചൊല്ലുമ്പോൾ നമുക്ക് ഉത്തരം ഇൻഷാ അല്ലാഹ് കിട്ടും. അറിയാവുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ നമ്മൾ എഴുതി, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ചെയ്യേണ്ട പരിപാടി അല്ലേ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ പറഞ്ഞ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിച്ചു. ആൻസർ എഴുതാനുള്ള പേപ്പർ കിട്ടുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പറഞ്ഞ് നമ്മൾ ആൻസറുകൾ എഴുതുക, അറിയാവുന്ന ആൻസറുകളൊക്കെ എഴുതുക. ഇനി അറിയില്ലാത്ത ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ അപ്പോൾ പറയണം എന്ത്? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അതിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് എന്താണോ ഖൈർ അത് നമ്മുടെ മനസ്സിലേക്ക് വരും. പിന്നെ നമുക്ക് ഇതിപ്പോൾ പറയാൻ കിട്ടുന്നില്ലെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞത് കിട്ടുന്നില്ലെങ്കിൽ അറിയാവുന്ന സ്വലാത്ത് നമ്മളിങ്ങനെ ചൊല്ലുക. പിന്നെ എല്ലാ ക്വസ്റ്റ്യനും ഒക്കെ ആൻസർ ചെയ്ത് പിന്നെ ഒരു 12 മണിക്കാണ് എക്സാം തീരുന്നതെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ 12 മണിക്കാണ് നമ്മൾ പേപ്പർ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എക്സാം തീരുന്നത് 12 മണിക്കാണ്. നമ്മളൊരു 11:45 ആയപ്പോൾ എല്ലാ ഉത്തരവും എഴുതി കഴിഞ്ഞു എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം മുതലൊന്നും ഇങ്ങനെ മറിച്ച് നോക്കുക, ഞാൻ എഴുതിയത് എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടോ, എന്തെങ്കിലും ഹൈലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണെങ്കിൽ അതിൻ്റെ താഴെ ചെറുതായിട്ടൊന്ന് പോയിന്റ് ഇട്ട് കൊടുക്കുക, വരയൊക്കെ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ എക്സാമിൻ്റെ ഓരോ ട്രിക്കുകളാണ്. ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർമാരും സാറുമാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാകും. അങ്ങനെ നമ്മൾ പരീക്ഷയെല്ലാം കഴിഞ്ഞിട്ട് ആൻസർ പേപ്പർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്ത് പറയണം? അൽഹംദുലില്ലാ എന്ന് പറയണം. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് ആ ആൻസർ പേപ്പർ നമ്മൾ ആരാണോ നമ്മൾ പേപ്പർ വാങ്ങുന്നത് ആ സാറിൻ്റെ കയ്യിൽ ടീച്ചറിൻ്റെ കയ്യിൽ കൊടുക്കുക. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ പറ്റുന്നത് പോലെ ചെയ്യുക. ചില കുട്ടികളുണ്ട് ഇതൊക്കെ കേട്ടിട്ട് പിന്നെ ചിലപ്പോൾ ഒരു ധൃതിയും വെപ്രാളവുമായി പോയിട്ട് ഈ പറയപ്പെട്ട ദിക്റൊന്നും ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ വിചാരിക്കുക. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇതൊക്കെ ചെയ്താൽ ജയിക്കുമെന്ന് 100% ഉറപ്പ് നമുക്ക്. ഇപ്പോൾ ഒരാളൊന്നും പഠിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക, പരീക്ഷയ്ക്കൊന്നും അവൻ പഠിച്ചിട്ടില്ല, എന്നിട്ട് ഈ ദിക്റൊക്കെ ചൊല്ലി അവൻ അറിയാവുന്നതൊക്കെ എഴുതി വെച്ചാൽ ജയിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം എന്താണ്? അവൻ്റെ ഭാഗം ക്ലിയർ ആക്കിയിട്ടില്ല. നമ്മൾ ആദ്യം നമ്മുടെ ഭാഗം ക്ലിയർ ആക്കണം. നമ്മുടെ ഭാഗം ക്ലിയർ ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലതുപോലെ കാര്യങ്ങൾ പഠിക്കുക, പാഠഭാഗങ്ങൾ പഠിക്കുക. എന്നിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ പരീക്ഷ എഴുതിയാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ സഹായം ഉണ്ടാകും. അല്ലാതെ ഒന്നും പഠിക്കാതെ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ മാത്രം പരീക്ഷയ്ക്ക് ജയിക്കും എന്നൊന്നും യാതൊരു ഉറപ്പില്ല. ചില ആൾക്കാരുണ്ട് പരീക്ഷയുടെ തലേന്ന് വന്നിട്ട് അല്ലെങ്കിൽ അന്ന് വന്നിട്ട് ഉസ്താദ് പേന ഒന്ന് മന്ത്രിച്ച് തരണം. അപ്പോൾ നമ്മൾ ഈ പേന മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആത്മവിശ്വാസത്തിനാണ്, ഒരു ആത്മവിശ്വാസം. നമ്മളത് മന്ത്രിച്ചു കൊടുത്തു. നമ്മളെന്താ വേറൊന്നുമില്ല, ഫാത്തിഹ ഓതി ആയത്തുൽ കുർസി ഓതി ഒന്ന് മന്ത്രിച്ചു കൊടുക്കുന്നു. ആ പേന കൊണ്ട് അവർ എഴുതുന്നു. ചില കുട്ടികൾ പറയാറുണ്ട്, എക്സാം കഴിഞ്ഞിട്ട് ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? ഉസ്താദിൻ്റെ ആ മന്ത്രിക്കൽ പോരാ, അല്ലാതെ അവൻ പഠിക്കാനിട്ടല്ല. അവൻ പഠിക്കാനിട്ടോ അല്ലെങ്കിൽ അവൻ നല്ലതുപോലെ എക്സാം എഴുതാനിട്ടോ അല്ല, ഉസ്താദിൻ്റെ മന്ത്രം പോരാന്ന്, ആ മന്ത്രിച്ചത് പോരാ, അങ്ങനെ പറഞ്ഞ കുട്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉസ്താദുമാരോട് ദുആരക്കാൻ പറയണം. അവർ ചിലപ്പോൾ പേന മന്ത്രിക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ ആയത്തുൽ കുർസി ഫാത്തിഹ ഓതിത്തരും. പക്ഷെ അതുകൊണ്ട് മാത്രം ഒന്നും ആയില്ല.
അതുകൊണ്ട് കാര്യമില്ല എന്നല്ല പറഞ്ഞത്, അതുകൊണ്ട് മാത്രമായില്ല, പഠിക്കേണ്ട ബാധ്യത എൻ്റെ അനുജന്മാർക്കുണ്ട്, എൻ്റെ സഹോദരിമാർക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നമ്മൾ നല്ലതുപോലെ പഠിക്കുക. നമ്മുടെ പഠനവും നമ്മുടെ ഉയർച്ചയൊക്കെ കണ്ട് സന്തോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ. അപ്പോൾ അവർക്കൊരു വിഷമം ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഇത്രയും നീട്ടിപ്പരത്തി പറഞ്ഞത്, ഇതൊക്കെ 1-2 മിനിറ്റ് കൊണ്ട് പറയാം, പക്ഷേ ഇത്ര നീട്ടിപ്പരത്തി പറഞ്ഞത് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി എൻ്റെ മക്കൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കണം. അലം നശ്റഹ് സൂറത്ത് നമുക്കറിയാം, ആ സൂറത്ത് നിത്യമായി ഓദിക്കോ. അത് പരീക്ഷ ഉള്ള സമയത്ത് മാത്രമല്ല, ഇല്ലാത്ത സമയത്തും ആ സൂറത്ത് ഇങ്ങനെ ആവർത്തിച്ച് നമ്മളിങ്ങനെ നിസ്കാരത്തിന് ശേഷം അല്ലാത്ത സമയത്തൊക്കെ ഓതുന്നത് നമ്മുടെ ഓർമ്മശക്തി നിലനിൽക്കാനും മനസ്സിന് ഒരു ധൈര്യം ഉണ്ടാകും. പരീക്ഷ എക്സാം എന്നൊക്കെ പറയുമ്പോൾ കൈവിറക്കൂല, നമുക്കൊരു മനോധൈര്യം ഉണ്ടാകും. അതിനൊക്കെ പറ്റിയൊരു സൂറത്താണ് ഈ അലം നശ്റഹ് സൂറത്ത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് എപ്പോഴും ദുആയുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും ഉന്നതമായ മാർക്കോടുകൂടി പാസ്സാവാനും ഭാവി ജീവിതം ഭാസുരമാവാനുമുള്ള തൗഫീഖ് അള്ളാഹു താല തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ മക്കളുടെയും അള്ളാഹു താല എക്സാമുകളും മറ്റ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹു ബറക്കത്തും സലാമത്തും റാഹത്തും ഒക്കെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, എല്ലാവിധ ഖൈറും തരട്ടെ, നന്മയും തരട്ടെ. ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞു, അള്ളാഹു അവരുടെയും നമ്മുടെയും എല്ലാ ഹലാലായ മുറാദും ഹാസുലാക്കട്ടെ. വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും അല്ലാഹു തആല മാറ്റി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.